ഡോക്ടർ ഇതെങ്ങനെയാ അറിഞ്ഞത്? ഞാൻ മറ്റൊരു ഡോക്ടറെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചത് അഖില മേഡം തന്നെയാ. എനിക്കൊരു തലചുറ്റൽ പോലെ തോന്നുന്നുണ്ട്. ഡോക്ടർ ഉടനെ എത്തണമെന്ന്. ഓ, അങ്ങനെയാണല്ലേ. എന്നാ ബ്രോ വിളിച്ച് ഡോക്ടറോട് വരണ്ടെന്ന് പറഞ്ഞേ ഗുരു. പ്രഷറിന് വലിയ വേരിയേഷൻ ഒന്നുമില്ല. എന്തായാലും ഞാനിപ്പോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ബോധം തെളിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ബോഡി വളരെ വീക്കാണ്. ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ ഡോക്ടർ? ഏയ്, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മാറിക്കോളും. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പേടിക്കാനില്ലെന്ന്. മാഡത്തിന് സ്വസ്ഥമായി ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. അരവിന്ദ് കൂടെ ചെല്ല്. വാ. ഇതിങ്ങനെയൊന്നും പര്യവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിന് ഇത് പര്യവസാനിച്ചു എന്നാണോ ആന്റി പറയുന്നത്? ഇന്റർവെൽ ആയതേ ഉള്ളൂ ആന്റി. ഇനിയാണ് ബിൽഡപ്പ് വേണ്ടത്. ആയിക്കോട്ടെ. ഏതായാലും ഇന്ന് രാത്രി ഒരു ബിൽഡപ്പിനും ഞാൻ തയ്യാറല്ല. നല്ല ക്ഷീണം. എന്ത് പ്ലാനിങ് ആയാലും നാളെ നേരം വെളുത്തിട്ടാവാം. ഗംഗ, നീ എപ്പോ വന്നു? കുറച്ചുനേരമായി. ഒന്ന് ഫ്രഷ് ആവുമായിരുന്നു. എന്തായി പോയ കാര്യം? വർമ്മയെങ്കില് രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ കയറിപ്പോയത് അഖിലാണ്ടേശ്വരിയോ രാജരാജേശ്വരിയോ? രാജരാജേശ്വരി. പരാജിതയായിട്ടുള്ള നിന്റെ മടങ്ങി വരവിൽ എനിക്ക് സഹതാപം തോന്നുന്നു. വിജയവും പരാജയവും പ്രിയങ്കയ്ക്ക് പുതിയ സംഭവങ്ങളൊന്നും അല്ല. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയും പരാജയത്തിൽ ദുഃഖിച്ച് കണ്ണീരൊലിപ്പിക്കുകയും ചെയ്യുന്നവളല്ല നാഗമടത്ത് പ്രിയങ്ക. ഇന്നത്തെ പരാജയം നാളത്തെ വിജയമാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. അതിനൊരു സംശയവും വേണ്ട. ഈ പരാജയം നീ അറിഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങിയതാ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ അഖിലെ അങ്ങ് തീർത്തു കളയാൻ. എന്നിട്ട് എന്തായി? ആരെങ്കിലും കേട്ടോ?
അന്ന് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയ രാജരാജേശ്വരി. അന്ന് എന്റെ വാക്കുകൾ മുഖവിരക്കെടുക്കാതെ നീ ആ രാജരാജേശ്വരി പറയുന്നത് കേട്ടു. അവര് പറയുന്ന വാക്കുകൾ കേൾക്കേണ്ട കാര്യം നമുക്കെന്താ? നമ്മൾ നമ്മുടെ ലക്ഷ്യം നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. അന്ന് അത് തന്നെയായിരുന്നു ശരി. മാത്രമല്ല, രാജരാജേശ്വരി ആന്റിയുടെ വാക്കുകൾ വെറും വാക്കുകളല്ല. നമ്മൾ അണിയറയിലും ആന്റി അരങ്ങിലുമായിരുന്നു. ആ തിരക്കഥ ഒരുക്കിയത് നീ തന്നെയാണെന്നുള്ള കാര്യം മറക്കരുതായിരുന്നു. ഇപ്പൊ എന്തായി? അഖില അകത്തും രാജരാജേശ്വരി പുറത്തും. ഇനി ഈ വിവരങ്ങളെല്ലാം അറിയുമ്പോ ആനന്ദും അരവിന്ദും ഒക്കെ അടങ്ങിയിരിക്കുവോ? എന്തൊക്കെയാ ഇനി വരാൻ പോകുന്നെന്ന് കണ്ടറിയണം. എനിക്കിപ്പോ തോന്നുന്നത് അവര് തമ്മിലുള്ള പക തീർക്കാൻ രാജരാജേശ്വരി നമ്മളെ കരുവാക്കുകയായിരുന്നു എന്നാ. ഗംഗെ, നീയും ഞാനും കാണിച്ചതിനേക്കാൾ ധൈര്യത്തിലും മനസ്സുറപ്പിലും തൃച്ചംബരത്ത് നിന്നവളാണ് ഈ രാജരാജേശ്വരി. ഈ നിമിഷം വരെ ഒരാൾക്ക് പോലും സംശയം കൊടുക്കാതെയാണ് ആന്റിയുടെ ഈ വരവ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വീണ്ടും തൃച്ചംബരത്തേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള കരളുറപ്പുണ്ട് രാജരാജേശ്വരിക്ക്. അത് നീ മറക്കണ്ട. എന്ത് പറഞ്ഞാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കഥ കഴിക്കാനുള്ള സുവർണ അവസരം നീ പാഴാക്കി കളഞ്ഞത്. അങ്ങനെ എനിക്കതിനെ കാണാൻ കഴിയും. മാത്രമല്ല, ഇനി തൃച്ചംബരത്തേക്ക് കയറി പറ്റുക എന്നുള്ളത് അസാധ്യവുമാണ്. എല്ലാം ഒരുക്കി വെച്ചിട്ട് ഒടുവിൽ കലം തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞതുപോലെയായി. പ്രിയങ്കെ, ഗംഗ പറഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അഖിലാണ്ടേശ്വരി തൃച്ചംബരത്തായ സ്ഥിതിക്ക് ഇനി രാജരാജേശ്വരിക്ക് തൃച്ചംബരം വീട് ഒരു ബാലികേറാമല തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി രാജരാജേശ്വരി നമുക്കൊരധികപ്പറ്റാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചേട്ടാ എഴുന്നേൽക്ക്. പറയൂ അഖില, നിനക്കെന്ത് പറ്റി? എന്താ എന്നെ കുറെ നാളിന് ശേഷം കാണുന്ന പോലെ നോക്കുന്നത്? അഖില, നിനക്കെന്താ പറ്റിയത്? പറ. പറയാം കൃഷ്ണേട്ടാ, എല്ലാം ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണേട്ടനോട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അബോധാവസ്ഥയിൽ സ്വപ്നം കണ്ടോ നീ? എനിക്ക് എല്ലാം ഒരു പേക്കിനാവ് പോലെ തോന്നുന്നു. അഖില, നീ ഫോൺ അറ്റൻഡ് ചെയ്യ. ആ സമയത്ത് ഞാൻ ഈ സന്തോഷ വാർത്ത ആനന്ദിനെ അരവിന്ദിനെ അറിയിക്കട്ടെ. അവരാകെ വിഷമിച്ചിരിക്കുക. ശരി കൃഷ്ണേട്ടാ. നീ ഇപ്പോ അകത്തും ഞാൻ പുറത്തുമായി എന്ന് കരുതി അഹങ്കരിക്കാണോ?
നീ കോപിക്കാതെ അഖില. നിന്റെ തറവാട്ടിലാണെന്ന് കരുതി എന്നെ ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട. മതി, നിർത്ത്. നിന്നെ ഈ ജോലിക്ക് വിട്ടവളെയും ഞാൻ നേരിൽ കാണുന്നുണ്ട്. അന്ന് നിന്റെയൊക്കെ അവസാനമായിരിക്കും. അഖില, നീ ആദ്യം ഒന്ന് നേരെ നിൽക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി വെല്ലുവിളിക്കുന്നതൊക്കെ. എന്താ? ആനന്ദ്, അച്ഛാ, മോനെ, അമ്മയ്ക്ക് ബോധം വന്നു. അവളെ എഴുന്നേറ്റു. അതെ മോനെ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ദേ, അവള് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. നിന്നെയൊക്കെ തീർക്കാൻ എനിക്ക് മറ്റാരുടെ സഹായം വേണ്ട. എന്റെ മക്കൾ മാത്രം മതി. അവരെ ഞാൻ അങ്ങോട്ട് അയക്കാൻ പോവാ. നീയും നിന്റെ കൂട്ടുകാരിയും ഒരുങ്ങിയിരുന്നോ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇത്രയും കാലം നിന്റെ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത് നീ അല്ല എന്നങ്ങോട്ട് പറയാനൊന്നും നിൽക്കണ്ട. അത് തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ പ്രാണപ്രേയസിയായ അഖിലാണ്ടേശ്വരി അല്ല, പകരം മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്ന് ആ മനുഷ്യൻ അറിഞ്ഞാൽ ഏകപത്നി വ്രതക്കാരനായ അയാളുടെ തുന്നിക്കെട്ടിയ ഹൃദയം അത് താങ്ങിയെന്ന് വരില്ല. ഇത്രയും നാൾ തന്നെ കബളിപ്പിച്ച് കിടപ്പറയിൽ വരെ ഉണ്ടായിരുന്നത് അഖിലയല്ല, അവരെയായിരുന്നു എന്നറിഞ്ഞാൽ അഭിമാനിയായ ശിവരാമകൃഷ്ണൻ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഹൃദയം പൊട്ടിച്ചാകും. അരങ്ങിലേക്കെത്തിച്ച ആ പ്രതികാര നാടക കഥയിലെ ജീവിതം നിനക്കേറെക്കുറെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിടപ്പറയിലെ രഹസ്യങ്ങൾ പുരമുകളിൽ ഘോഷിക്കപ്പെടും എന്ന് പ്രമാണം. അതുകൊണ്ട് ഇവിടെയും വിജയം ഞങ്ങൾക്ക് തന്നെയാ. നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പുറകെ തീർക്കാം. പക്ഷെ കഴിഞ്ഞ സംഭവങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നീ നിൽക്കണ്ട. നീ ഉടനെ വിധവയാകും. കാരണം ശിവരാമകൃഷ്ണന് അത് സഹിക്കാനാവില്ല. അച്ഛാ, അരവിന്ദ് മോളെ, അഖിലേക്ക് ബോധം തിരിച്ചു കിട്ടി. ഈശ്വര, ആന്റിയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു അങ്കിൾ. ആനന്ദിനെയും കല്യാണിയും കൂടി വിളിക്കാലോ എന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. കല്യാണി എവിടെ? കല്യാണി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് പോയിരിക്കുക. നന്നായി. അവിടെയുള്ള സകല വഴിപാടുകളും അഖിലയുടെ പേരിൽ അവൾ നടത്തും. കല്യാണിയുടെ പ്രാർത്ഥനയല്ലേ, മന ഉരുകി തന്നെ പ്രാർത്ഥിക്കും. അത് ശരിയാ അങ്കിള്. കല്യാണി വിളിച്ച വിളി കേൾക്കാത്ത ദൈവങ്ങളില്ല. വാ അരവിന്ദ്, നമുക്ക് ആന്റിയെ കാണാം. വാ അച്ഛാ, പോ. വാ വാ. അച്ഛാ, എന്താ സംഭവിച്ചതെന്ന് അമ്മ പറഞ്ഞായിരുന്നോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോ എന്നെ കുറെ നേരം നോക്കിയിരുന്നു. ആദ്യമായിട്ട് കാണുന്നതല്ല, കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു. ഏതായാലും കണ്ണു തുറന്നല്ലോ. വാ വാ.
അമ്മേ ആന്റി കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ഷീണം മാറിയില്ലേ? മോനെ നന്ദന, ക്ഷീണം മാറിയോ അമ്മേ? മാറി. സത്യത്തിൽ എന്താ ആന്റി സംഭവിച്ചത്? അത് ശബ്ദം കേട്ട് ഞങ്ങളെല്ലാവരും ഹാളിലെത്തിയപ്പോ അമ്മ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ആ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി, വീഴുകയായിരുന്നു. അത് മുൻകൂട്ടി കണ്ടിട്ടാണോ ഡോക്ടറോട് വരാൻ പറഞ്ഞത്? അമ്മേ, അമ്മയ്ക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ഫുൾ ചെക്കപ്പ് നടത്തിയാലോ? ആനന്ദ് പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. അതൊന്നും വേണ്ട കൃഷ്ണേട്ടാ, എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. നന്ദന, ഗൈനക്കോളജിസ്റ്റിനെ നീ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ചല്ലേ ഡോക്ടറെ കാണാൻ പോയത്? ശരിയാ, എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ആന്റി. എക്സ്ക്യൂസ് മീ. ഹലോ. എന്നാ നിങ്ങളൊക്കെ പൊയ്ക്കോ, ഞാൻ വിശ്രമിക്കട്ടെ. ആ ശരി, പോ. ഇത്രയും കാലം നിന്റെ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത് നീ അല്ല എന്നങ്ങോട്ട് പറയാനൊന്നും നിൽക്കണ്ട. അത് തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ പ്രാണപ്രേയസിയായ അഖിലാണ്ടേശ്വരി അല്ല, പകരം മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്ന് ആ മനുഷ്യൻ അറിഞ്ഞാൽ ഏകപത്നി വ്രതക്കാരനായ അയാളുടെ തുന്നിക്കെട്ടിയ ഹൃദയം അത് താങ്ങിയെന്ന് വരില്ല. നീ എന്താ അഖില ആലോചിക്കുന്നത്? ഒന്നുമില്ല കൃഷ്ണേട്ടാ. നിനക്കെന്തോ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇത്രയും കാലം നിന്റെ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്ന് ആ മനുഷ്യൻ അറിഞ്ഞാൽ ഏകപത്നി വ്രതക്കാരനായ അയാളുടെ തുന്നിക്കെട്ടിയ ഹൃദയം അത് താങ്ങിയെന്ന് വരില്ല. എന്താ അഖില, എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? ടെൻഷനൊന്നുമില്ല കൃഷ്ണേട്ടാ, ഞാൻ ഇന്നലത്തെ കാര്യം ഓർമ്മിച്ചിരുന്നത്. ആ അതിരിക്കട്ടെ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് കമ്പനി കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതെ, കമ്പനി നീ വന്നിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയാം? ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ കൃഷ്ണേട്ടാ. അല്ല, നീ കല്യാണി തിരക്കില്ലല്ലോ? ഇല്ല. അവളെവിടെ? അവൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാടുകൾ നടത്താനുമായി അമ്പലത്തിൽ പോയിരിക്കുക. നിനക്കെന്തെങ്കിലും പറ്റിയാൽ നിന്റെ മൂത്ത മരുമകൾക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അതിപ്പോഴല്ല, പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അവളുടെ അഖിലാമേടം കഴിഞ്ഞേ ഉള്ളൂ അവൾക്ക് എന്തും. ഞാൻ തൊഴുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിലാ മാഡം. എനിക്ക് അങ്ങനെയുള്ള മാഡത്തിനോട് എന്ത് ദ്രോഹം ചെയ്യാൻ പറ്റണേ? ഒന്ന് മാത്രം ഈ കാലത്തൊട്ട് ഞാൻ പറയാം, എനിക്ക് ജീവനുള്ള കാലത്തോളം മാഡത്തോടും കുടുംബത്തോടും ഒരു നന്ദികേട് ഞാൻ കാണിക്കില്ല.
ഞാനില്ലാത്ത സമയത്ത് അവളെ തൃച്ചംബരത്തെ വിളിച്ചു കയറ്റി ആ രാജരാജേശ്വരി എന്നോട് പ്രതികാരം ചെയ്തു. ഇല്ല, എന്തു വന്നാലും എന്റെ ഹൃദയം തകർത്ത കല്യാണിയെ ഞാൻ ഈ തൃച്ചംബരത്തെ വാഴിക്കില്ല. കല്യാണിയോടുള്ള അഖിലയുടെ സ്നേഹം കാണുമ്പോ വാസ്തവത്തിൽ എനിക്ക് അഖിലയോട് എന്ത് ആദരവാണെന്നോ. as if the lost spring has returned. ഇപ്പൊ അങ്ങനെ പറയത്തക്ക വിധത്തില് യാതൊരു ക്ഷീണവും ഇല്ല. ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ആ, ഡോക്ടർ കൃത്യമായിട്ട് എന്നെ കാണുന്നുണ്ട്. മരുന്നോ? മരുന്നായിട്ടൊന്നുമില്ല, ചുമ്മാ വൈറ്റമിൻ ടാബ്ലറ്റ്സാ. അതൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കഴിക്കുന്നുണ്ടമ്മേ. അരവിന്ദ് കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഏ ആ ആ ആ ശരി അമ്മേ, ഞാനേ വൈകിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ ശരി. പാരായണം തീർന്ന എന്റെ ബ്രോ രാവിലെ 1.5 മണിക്കൂർ, രാത്രി 2.5 മണിക്കൂർ. ഈ ഭാവിയും ഭൂതവും വർത്തമാനൊക്കെ കഴിഞ്ഞാലേ അമ്മയും മോളുടെ സംസാരം തീരും. എന്തൊരു കഷ്ടമെന്നറിയൂ. അതെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മമാരാ യഥാർത്ഥ ഡോക്ടർമാരും കൗൺസിലർമാരും. അത് അരവിന്ദന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരിയാ അരവിന്ദ്, നന്ദന പറയുന്നത് കറക്റ്റ്. കല്യാണിക്ക് അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് ആ ജോലിയും കൂടി ഇപ്പൊ എനിക്ക്. അമ്മയ്ക്ക് ബോധം വീണപ്പോഴേ എനിക്ക് ഇത്തിരി സമാധാനമായത്. ഇപ്പൊ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ആ മുറിക്കകത്തിരിക്കുന്നത് സാക്ഷാൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെയല്ലേ? 100%. ആ കണ്ടത് എന്റെ ഇവന്റെ അമ്മ. ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല ഞങ്ങള്. ആന്റിയെ കുറിച്ച് ഓർത്ത് കിടക്കുകയായിരുന്നു. ആന്റി ഇല്ലാത്ത തൃച്ചംബരത്തെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ. ഈ നിമിഷ നേരം കൊണ്ട് അമ്മയുടെ മുഖത്തുള്ള ദേഷ്യ സന്തോഷമൊക്കെ മാറി മറിയുന്നത്. ചിലപ്പോഴൊക്കെ അമ്മയുടെ ഈ സ്വഭാവമാറ്റം കണ്ടിട്ട് ഞാനും അമ്മരുന്ന് നിന്നിട്ടുണ്ട്. ചിലപ്പോ ആന്റിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മളും അങ്ങനൊക്കെ തന്നെ ആവുള്ളൂ. ആനന്ദിന്റെ കാര്യത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അഖിലാന്റിയുടെ പല സങ്കല്പങ്ങളും തകിടം മറിച്ചോണ്ടല്ലേ ആനന്ദ് അഖിലാന്റി അറിയാതെ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഹലോ, തൃച്ചംബരത്തെ ആനന്ദ് സാറല്ലേ? ആ അതെ സാറേ, ഞാൻ വിളപ്പുറത്തമ്പലത്തിലെ ദേവസ്വം മാനേജരാ. ആ പറയൂ. പിന്നെ സാറ് ടെൻഷനൊന്നും ആവണ്ട. അല്പം മുമ്പ് ക്ഷേത്രത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. സംഭവം? എന്ത് സംഭവം? സാറിന്റെ ഭാര്യ കല്യാണി ക്ഷേത്രമുറ്റത്ത് തല ചുറ്റി വീണു.